ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് യൂണിറ്റ് 2 ബ്ലോക്ക് 2 യൂണിറ്റ് 2 വൈക്കം മുഹമ്മദ് ബഷീർ, എസ്.കെ. പൊറ്റക്കാട്, എം.ടി. വാസുദേവൻ നായർ എന്നിവരെക്കുറിച്ചും നോവലിൻ്റെ ആ ഒരു ജനനത്തിനെക്കുറിച്ചും ആ ഒരു എന്താ പറയേണ്ട സമയത്ത് എങ്ങനെയാണിത് സ്റ്റാർട്ടിങ് ആയതെന്നതിനെക്കുറിച്ചിട്ടും വളരെ ഒരു വലിയൊരു ചാപ്റ്ററാണിത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, വളരെ പ്രമുഖരായ സാഹിത്യകാരന്മാരാണ്. ഇവരെക്കുറിച്ച് എഴുതിയാലും പറഞ്ഞാലും ഒന്നും തീരില്ല. ഒരുപാട് നമ്മൾ ഗൂഗിളിലായാലും അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളിലും ഒക്കെ ആണെങ്കിലും ഒരുപാട് കേട്ട് പരിചയമുള്ള സാഹിത്യകാരന്മാരാണ്. ഇവരെക്കുറിച്ചിട്ട് ഒരുപാട് പോയിൻറ്റ്സുകൾ നമുക്ക് ആഡ് ഓൺ ആക്കി എക്സാമിൽ എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലേക്കൊന്ന് കടക്കാം. ഓക്കെ, ആദ്യം നമുക്ക് മലയാള നോവൽ സാഹിത്യത്തിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഇതിൻ്റെ പ്രാരംഭഘട്ടം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിൽ അത് ഓൾറെഡി തന്നെ അത് സെറ്റാവും. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത്. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, മലയാളത്തിൽ നോവൽ എന്ന സാഹിത്യരൂപം ഉടലെടുക്കുന്നത് ഇംഗ്ലീഷ് സാഹിത്യവുമായുള്ള ബന്ധത്തിൽ നിന്നാണ്. 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ നാടുകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കഥാ ആഖ്യാന രീതികൾ മലയാളത്തിലേക്കും പകർന്നു വന്നു. ലക്ഷണമൊത്ത ആദ്യ നോവൽ വരുന്നതിന് മുമ്പ് തന്നെ നോവൽ എന്ന പേരിൽ ചില കൃതികൾ പുറത്തു വന്നിരുന്നു. മിസ്സസ് കാതറീൻ എന്ന മുള്ളൻസ് ബംഗാളിയിൽ രചിച്ച ഫുൾമോൺ എന്നും കോരുണ എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന കൃതി ജോസഫ് പീറ്റ് വിവർത്തനം ചെയ്തു. മിസ്സസ് കോളിൻസിൻ്റെ കാതകവധം, ആർച്ച് ഡീക്കൺ കോശി എഴുതിയ പുല്ലേലിക്കുഞ്ചു എന്നിവ ഇതിൽ പ്രധാനമാണ്. മലയാളത്തിലെ ആദ്യ